ഇങ്ങനത്തെ വേഷമൊന്നും അത് ഇടാറില്ലായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് വെച്ചാൽ, അതിന് മുമ്പ് നമ്മൾ കാണുന്നിടം വരെ മര്യാദയ്ക്ക് വേഷം ഇട്ടുകൊണ്ട് നടന്ന പിള്ളേരൊക്കെ ഇപ്പം ഈ വേഷരീതി മാറിയപ്പോൾ, അതും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ തുണി വേണ്ടാന്നാണോ എന്ന് ചോദിക്കുന്ന മഹാന്മാരുടെ ഇടയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യരുതെന്നല്ല, അല്ല. അത് ചെയ്യാൻ സ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ വീട്, നിങ്ങൾ കുടുംബത്തോടൊപ്പം ഇപ്പം ഞാൻ പറയാം, ഗോവയിൽ ബീച്ചിൽ പോയി കുളിക്കാനിറങ്ങുക, ആർക്കും പറ്റത്തില്ല സാരി ഉടുത്തോട്ട് ഇല്ല, കുളിക്കാൻ, പറ്റില്ല. അല്ലേ? അല്ലെ പോട്ടെ വലിയൊരു ജീവിതം. അപ്പം നമ്മൾ സ്വിമ്മിങ്ങിൻ്റെ പ്രത്യേക ഡ്രസ്സ് അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ പോകുമ്പോൾ എന്തോ ചെയ്യും, ആര് ചോദിക്കാനാ? അതിന് പകരം ഒരുപാട് ജനം കൂടുന്ന ഒരു സ്ഥലത്ത് വരുമ്പം ആ മാന്യത എന്താണ്, അതാണ് സദസ്സറിഞ്ഞ് പെരുമാറുക എന്ന് ഞാൻ പലപ്പോഴും എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകം. സദസ്സറിഞ്ഞ് വേഷം ചെയ്യുക. അല്ലാതെ ഇപ്പം ഞാനൊരു ചുരിദാർ ഇട്ടുകൊണ്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറി ഖത്തറിൽ പോകാറുണ്ട്. എനിക്ക് അവിടെ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പോവും. ആ പണ്ട് ചുമ്മാ പോകുമ്പോൾ അപ്പോൾ എനിക്ക് ഈ സാരിയൊക്കെ ഇങ്ങനെ പിടിച്ച് കയറാനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചുരിദാറും ഷോളൊക്കെ ഇട്ട് പോകും. പക്ഷേ ഇവിടെ ഞാൻ എന്നും ചുരിദാർ, ഇപ്പം ഇത് തള്ള ഇതായ വേഷം സാരിയൊക്കെ എന്ന് വെച്ചോ. അതെന്താണെന്ന് വെച്ചാൽ വലിയ ചേച്ചിയെ കൂടുതലും സാരി ഉടുത്ത് കാണുന്നവർക്ക് പെട്ടെന്നൊരിത്. അതെ. അല്ലാതെ നമ്മളത് ഇടരുതെന്ന് തീർത്ത് പറയുകയല്ല. പറയല്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത് ഭരിക്കുന്ന രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലെങ്കിൽ സംഘടനാ നേതാക്കന്മാരാണെങ്കിലും അതിലെ അംഗങ്ങളാണെങ്കിലും ഒരു സാമാന്യ മര്യാദകൾ പാലിക്കുക.